പരാജയങ്ങൾക്ക് മറ്റാരെയും പഴിചാരാതെ ആ പരാജയങ്ങൾ പരിഹരിക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനുള്ള വലിയ വെളിപ്പാടില്ലാതെ പിശാചിന് നിസ്സഹായരാകുന്ന വിശ്വാസികൾ അവസരം കൊടുക്കുകയാണ്. അവനിതെല്ലാം മുതലെടുക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. വീട്ടിൽ മാത്രമല്ല, ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണമാകുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഒരു വിശ്വാസി വേറൊരു വിശ്വാസി അടിക്കാൻ ചാടുന്നു, പാസ്റ്റർ പിടിക്കാൻ വരുന്നു. ആകപ്പാടെ സഭയ്ക്കകത്ത് സംഘർഷമാണ്. ഈ സംഘർഷങ്ങളിലെല്ലാം ആളുകളുടെ ഉള്ളിലേക്ക് ദുരാത്മാക്കൾ പ്രവേശിക്കുകയാണ്. പകയുടെ ദുരാത്മാവ്, വിരോധത്തിന്റെ ദുരാത്മാവ്, പകരം ചെയ്യുവാൻ വേണ്ടിയുള്ള ആ ബോധ്യം കൊടുക്കുന്ന ദുരാത്മാക്കൾ, അങ്ങനെ വിവിധ സ്വഭാവങ്ങളുള്ള ദുരാത്മാക്കൾ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ, വഴക്കുകളിലൂടെ, പിണക്കങ്ങളിലൂടെ ഉള്ളിൽ പ്രവേശിക്കുകയാണ്. ആന്തരിക മുറിവുകൾ മുഖാന്തരം ദുരാത്മാക്കൾ ഉള്ളിൽ പ്രവേശിക്കും. ജനറേഷനിലായിട്ടുള്ള കാരണങ്ങൾ മുഖാന്തരം ദുരാത്മാക്കൾ ഉള്ളിൽ പ്രവേശിക്കും. ആന്തരിക മുറിവുകൾ മുഖാന്തരം ദുരാത്മാക്കൾ ഉള്ളിൽ പ്രവേശിക്കും. ഇനി വേറൊരു മേഖലയാണ് പാപം ചെയ്തു കഴിഞ്ഞാൽ, മനഃപൂർവ്വമായിട്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നീ പാപം ചെയ്യുകയാണെങ്കിൽ നിന്റെ ഉള്ളിൽ രോഗാത്മാവ് പ്രവേശിക്കും. ഇന്ന് പാപം ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് പോകേണ്ട കാര്യമില്ല, കോവളത്ത് പോകേണ്ട കാര്യമില്ല, എറണാകുളത്ത് പോകേണ്ട കാര്യമില്ല. കയ്യിലിരിക്കുന്ന ഫോൺ മതി പാപം ചെയ്യുവാൻ വേണ്ടി. നാട്ടിൽ ആരും അറിയത്തില്ല, ലോകത്തിൽ ആരും അറിയത്തില്ല. നീയും ദൈവവും പിശാചും 3 പേര് മാത്രമേ അറിയത്തുള്ളൂ. നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും രഹസ്യമല്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും നിങ്ങൾ കരുതുമായിരിക്കും, മുറിയടച്ച് ആരും കാണാതെ, ഞാൻ എൻ്റെ മുറിക്കകത്ത് ആരും കാണാതെ ഒരു പുതപ്പ് പുതച്ചുകൊണ്ട് കിടക്കുന്നതിൻ്റെ ഇടയിലാണ് പാപം ചെയ്തത് എന്ന് നിങ്ങൾ കരുതുമായിരിക്കും. എന്നാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ആത്മതലങ്ങളിൽ രഹസ്യമല്ല. ആത്മതലങ്ങളിൽ നീ ചെയ്യുന്നത് മുഴുവൻ നിന്റെ അരികിൽ നിൽക്കുന്ന ദൂതൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ചുറ്റും നിൽക്കുന്ന ദുരാത്മാക്കൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്.